നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോബർട്ടോ ഫെർമിനോ അൽ അഹ്ലി വിടുകയാണ്. കാര്യം കൺഫേം ആയിരിക്കുന്നു. ഫബ്രീസിയോ റൊമാനോയൊക്കെ ഹിയർ വീഗോ വിളിച്ചു കഴിഞ്ഞു. പുതിയ ക്ലബിലേക്ക് അദ്ദേഹം ചേക്കേറുകയാണ്. ഫെർമിനോ ആരാധകരുടെ പ്രിയപ്പെട്ട ബോബി അൽ അഹ്ലിയിലെത്തിയിട്ട് മികച്ച പ്രകടനം നടത്തിക്കൊണ്ടാണ് AFC ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് കിരീടം നേടിക്കൊടുത്തത്. പക്ഷേ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ സൗദി പ്രോ ലീഗിൽ കളിപ്പിച്ചിട്ടില്ല. അദ്ദേഹം AFC ചാമ്പ്യൻസ് ലീഗിൽ മാത്രമാണ് കളിച്ചിരുന്നത്. അവിടെ കിരീടവും ചൂടിക്കൊടുത്തിട്ടുണ്ട്. ഇനി അൽ അഹ്ലി സൗദിയുടെ പടിയിറങ്ങുന്നു. അടുത്ത ക്ലബ്ബ് മിഡിൽ ഈസ്റ്റിൽ തന്നെയാണ്. അൽസദിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഫബ്രീസിയോ റൊമാനോയുടെ റിപ്പോർട്ടിംഗ് ഇങ്ങനെയാണ്: റോബർട്ടോ ഫെർമിനോ ടു അൽസദ്, ഹിയർ വി ഗോ എന്നൊക്കെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഡീല് ഡണ്ണായിട്ടുണ്ട്. മുൻ ലിവർപൂൾ സൂപ്പർ താരം അൽസദിലേക്ക്, ഖത്തറി ക്ലബ്ബായിട്ടുള്ള അൽസദിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. It's over between Firmino and Al Ahly after winning the Asian Champions League. New chapter ready as agreement has been sealed with Al Sadd എന്നാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ട്. 33-കാരനായിട്ടുള്ള ബ്രസീലിയൻ സൂപ്പർ താരം ലിവർപൂളിലാണ് മിന്നും പ്രകടനം നടത്തിയത്. നമുക്കറിയാമല്ലോ, മാനെ, ബോബി, സല ഈ സഖ്യം ലിവർപൂളിൻ്റെ മുന്നേറ്റത്തിൽ പ്രകമ്പനം കൊള്ളിച്ച് എതിരാളികളെ ബുദ്ധിമുട്ടിച്ചത് നമ്മൾ കണ്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ച ബോബി ഫെർമിനോ പിന്നീട് അവിടെ വിട്ട് 2023 അൽ അഹ്ലിയിലേക്ക് ചേക്കേറിയത്. നേരത്തെ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫിഗേറൻസിൽ നിന്നാണ് ഓഫൻഹൈമിലേക്ക് അദ്ദേഹം എത്തിയത്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ പിന്നീട് യർഗൻ ക്ലോപ്പ് തൻ്റെ ലിവർപൂളിലേക്ക് എത്തിക്കുന്നത്. 2015 മുതൽ 2023 വരെ ലിവർപൂളിൻ്റെ ആരാധകരുടെ പ്രിയപ്പെട്ട ബോബിയായിട്ട് അദ്ദേഹം മിന്നിക്കത്തി. പിന്നെ അവിടെ വിട്ട് അൽ അഹ്ലി ഇപ്പോഴിതാ അൽസദിലേക്ക്. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി 55 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച് 17 ഗോളുകൾ നേടിയിട്ടുള്ള ആളാണ് ബോബി ഫെർമിനോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.